ഗൈസ് അത് പറഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഒരു യൂട്യൂബ് ചാനലുള്ള കാര്യം ഞാൻ ഓർക്കുന്നത്. ആൻഡ് എനിക്ക് വീണ്ടും ഒരു സ്ട്രൈക്ക് കിട്ടി. അടുത്ത അടുത്ത സ്ട്രൈക്ക് കുരിശിങ്കൽ ഫാമിലി ഇട്ടിച്ചൻ്റെ വക. അതാണ് വീഡിയോയുടെ ടൈറ്റിൽ. ഇപ്പോൾ നിനക്കൊക്കെ ഇവിടുത്തെ സിസ്റ്റം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു എന്ന് പറയുന്ന ഒരു വീഡിയോ. TVA വേഴ്സസ് DC വീഡിയോയ്ക്കകത്ത് ഇട്ടിച്ചൻ്റെ ഫേസ് ക്യാം കാണിച്ചിട്ട് നീയൊക്കെ പോയി മറ്റേ DC അടിയടാ എന്ന് പറയണ ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ടായിരുന്നു. ആ ക്ലിപ്പിന് ഇത് തന്നു, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു. അപ്പോൾ ഇനി ഇപ്പോൾ 2 സ്ട്രൈക്ക്, ഒരു സ്ട്രൈക്കും കൂടെ അത് കിട്ടിയാൽ ചാനലിൻ്റെ കാര്യത്തിൽ തീരുമാനം. ആ ഒരു സ്ട്രൈക്കും കൂടെ അയക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. വേഗം എത്രയും പെട്ടെന്ന് ആയിക്കോട്ടെ. ഇപ്പോൾ എനിക്ക് 2 ആക്റ്റീവ് സ്ട്രൈക്ക് 2 of 3 ഉണ്ട്. ഒരെണ്ണോടങ്ങ് ഇതാക്കിയേ. അങ്ങനെ സന്തോഷം കിട്ടുന്നവർ സന്തോഷിക്കട്ടെ. അല്ലാതെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല. എനിക്ക് അങ്ങനെ ഒരു പേടി എന്തായാലും ഇല്ല ബ്രോ. തിരിച്ചയക്കില്ല ബ്രോ. ഞാൻ തിരിച്ചയക്കത്തില്ല. അത് വേണ്ട. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സ്റ്റോപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് വേണ്ട. തിരിച്ചു കൊടുക്കുന്നില്ല. മതി. ഇത് കുറേ ആയല്ലോ. ഇനിയിപ്പോൾ ഇതാണ് അവരുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായതുകൊണ്ട് അങ്ങനെയൊക്കെ പോട്ടെ. ഇനി നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചാൽ വീണ്ടും ശോകോ. എനിക്ക് എൻ്റെ ഗെയിം ഈഗിളല്ലേ ഫസ്റ്റ് സ്ട്രൈക്ക് കൊടുത്ത് തുടങ്ങി വെച്ചത്. അല്ലല്ലോ, അതും കൂടെ അങ്ങനെയാണെങ്കിൽ അത് വെയിറ്റ് ബ്രോ, 1 സെക്കൻഡ്. കോപ്പിറൈറ്റ് റിമൂവൽ റിക്വസ്റ്റ്. എൻ്റെ ഇതുവരെ സ്ട്രൈക്ക് ഒരാൾക്കും കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് വീഡിയോ പ്രൈവറ്റ് ആക്കി. മനസ്സിലായോ? കോപ്പിറൈറ്റ് റിമൂവൽ റിക്വസ്റ്റ് അയച്ചപ്പോൾ തന്നെ വീഡിയോ പ്രൈവറ്റ് ആക്കി. ആൻഡ് അത് എന്തിനാണ് നമ്മൾ കൊടുത്തതെന്നുള്ള കാര്യം ആലോചിക്കണമല്ലോ. നോർമൽ സ്ട്രീമിനല്ലല്ലോ കൊടുത്തേ, ഒരു കണ്ടന്റിനല്ലല്ലോ കൊടുത്തത്. ഞാൻ ഒരു കണ്ടന്റിനല്ലല്ലോ കൊടുത്തത്. അപ്പോൾ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഒരു കണ്ടന്റിനല്ല കൊടുത്തത്.